ആകാശവാണി. ജില്ലാ വൃത്താന്തം. ഇന്ന് തിരുവനന്തപുരം ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി രജു കോലിയക്കോട്. ലോക മുങ്ങിമരണ ദിനമായ ജൂലൈ 25-ന് ജീവനം ജീവനോട് ജാഗ്രതയുടെ യുദ്ധം ക്യാമ്പയിന്റെ തിരുവനന്തപുരം ജില്ലാതല ഉദ്ഘാടനം ജില്ലാ കളക്ടർ അനുകുമാരി നിർവഹിച്ചു. മുങ്ങിമരണ പ്രതിരോധത്തിന്റെ ഭാഗമായുള്ള പ്രതിജ്ഞ സബ് കളക്ടർ ആൽഫ്രഡ് ഒ.വി. വിദ്യാർത്ഥികൾക്ക് ചൊല്ലിക്കൊടുത്തു. തുടർന്ന് അഗ്നിരക്ഷാസേനയുടെ നേതൃത്വത്തിൽ മുങ്ങിമരണ പ്രതിരോധ ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. സാങ്കേതിക തകരാറിനെ തുടർന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അടിയന്തരമായി ലാൻഡ് ചെയ്ത ബ്രിട്ടീഷ് നാവികസേനയുടെ യുദ്ധവിമാനമായ F-35B അറ്റകുറ്റപ്പണി പൂർത്തിയാക്കി ബ്രിട്ടനിലേക്ക് മടങ്ങി. വിമാനത്തിലെ ഹൈഡ്രോളിക് സംവിധാനത്തിലെ തകരാറും പവർ യൂണിറ്റിലെ പ്രശ്നങ്ങളും ബ്രിട്ടനിൽ നിന്നെത്തിയ വിദഗ്ധ സംഘം പരിഹരിച്ചിരുന്നു. യുദ്ധവിമാനത്തോടൊപ്പം 14 അംഗ ബ്രിട്ടീഷ് വിദഗ്ധ സംഘവും തിരികെ പോയി. ജൂൺ 14-നാണ് യുദ്ധവിമാനം അടിയന്തരമായി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഇറക്കിയത്. അറബിക്കടലിലെ സൈനികാഭ്യാസത്തിനിടെ ഇന്ധനക്കുറവ് ഉണ്ടായതിനെ തുടർന്നാണ് ബ്രിട്ടീഷ് യുദ്ധവിമാനം തിരുവനന്തപുരത്ത് ഇറക്കിയത്. സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷന്റെ തിരുവനന്തപുരം സിറ്റിംഗ് കമ്മീഷൻ ആസ്ഥാനത്തെ കോർട്ട് ഹാളിൽ നടന്നു. ചെയർമാൻ എ റഷീദ് വിവിധ ഹർജികൾ പരിഗണിച്ചു. ക്ഷയരോഗമുക്തിക്ക് വേണ്ടിയുള്ള ദൗത്യത്തിന്റെ പ്രധാന ഘടകമായ നിക്ഷയ് മിത്രയുടെ ഭാഗമായി പോഷകാഹാര കിറ്റുകൾ സ്പോൺസർ ചെയ്ത വിവിധ സ്ഥാപനങ്ങളെ നിക്ഷയ് മിത്ര സർട്ടിഫിക്കറ്റ് നൽകി അനുമോദിച്ചു. തിരുവനന്തപുരം ജില്ലാ ട്രെയിനിംഗ് ഹാളിൽ നടന്ന ചടങ്ങിൽ ഡോക്ടർ ധനുജ വി.എ. വിവിധ സ്ഥാപന പ്രതിനിധികൾക്ക് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. പാറശാലയിൽ പുതിയ അഗ്നിരക്ഷാ നിലയം മന്ത്രി GR അനിൽ ഉദ്ഘാടനം ചെയ്തു. CK ഹരീന്ദ്രൻ MLA ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പാറശാല ഗ്രാമപഞ്ചായത്ത് അനുവദിച്ച സ്ഥലത്തിൽ 2021-22 വർഷത്തെ സംസ്ഥാന ബജറ്റിൽ ഉൾപ്പെടുത്തി 2 കോടി രൂപ ചെലവിട്ടാണ് പുതിയ നിലയത്തിന്റെ 1ാം ഘട്ട നിർമ്മാണം പൂർത്തീകരിച്ചത്. അതിയന്നൂർ ഗ്രാമപഞ്ചായത്തിലെ പുതിച്ചൽ ഗവൺമെന്റ് UP സ്കൂളിൽ നിർമ്മാണം പൂർത്തീകരിച്ച പുതിയ മന്ദിരത്തിന്റെ ഉദ്ഘാടനം K ആൻസലൻ MLA നിർവഹിച്ചു. വിദ്യാഭ്യാസ വകുപ്പിന്റെ 2022-23 പദ്ധതി വിഹിതത്തിൽ നിന്ന് അനുവദിച്ച 1 കോടി രൂപ വിനിയോഗിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത്. അരുവിക്കര നിയോജക മണ്ഡലത്തിലെ വിതുര ഗ്രാമപഞ്ചായത്തിലുള്ള ബോണക്കാട് എസ്റ്റേറ്റിലെ ലയങ്ങളുടെ നവീകരണ നിർമ്മാണോദ്ഘാടനം മന്ത്രി P രാജീവ് നിർവഹിച്ചു. മന്ത്രി V ശിവൻകുട്ടി ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. മന്ത്രിമാരായ KN ബാലഗോപാൽ, GR അനിൽ എന്നിവർ വിശിഷ്ടാതിഥികളായി. അടൂർ പ്രകാശ് MP മുഖ്യാതിഥിയായി. ജില്ലാ കളക്ടർ അനുകുമാരി പദ്ധതി വിശദീകരിച്ചു. പ്ലാന്റേഷൻ വകുപ്പിൽ നിന്നുള്ള 2 കോടി രൂപയും തൊഴിൽ വകുപ്പ് പ്ലാന്റേഷൻ വർക്കേഴ്സ് റിലീഫ് ഫണ്ടിൽ നിന്നുള്ള 2 കോടി രൂപയും ഉൾപ്പെടെ 4 കോടി രൂപ ചെലവിലാണ് 43 ലയങ്ങളുടെ നവീകരണം നടത്തുന്നത്. 186 കുടുംബങ്ങൾക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കും. സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ ചെയർപേഴ്സൺ ഡോക്ടർ ജിനു സക്കറിയ ഉമ്മന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരം ജില്ലയിലെ തീരദേശ മേഖലയിലെ വിവിധ അങ്കണവാടികൾ, സ്കൂളുകൾ എന്നിവിടങ്ങളിൽ സന്ദർശനം നടത്തി. ദേശീയ ഭക്ഷ്യഭദ്രതാ നിയമം 2013-ന്റെ ഭാഗമായി അങ്കണവാടിയിൽ നിന്നുള്ള പോഷകാഹാര വിതരണം, ഉച്ചഭക്ഷണ പദ്ധതി എന്നിവയുടെ നിർവഹണം കൃത്യമായി നടക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിനായിരുന്നു സന്ദർശനം. സ്കൂളുകളിൽ ഉച്ചഭക്ഷണ പദ്ധതിയുടെ നിർവഹണം മാതൃകാപരമായി നടക്കുന്നതായി കമ്മീഷന് ബോധ്യപ്പെട്ടു. തുടർന്നും ഇത്തരം പരിശോധനകൾ നടത്തുമെന്ന് കമ്മീഷൻ അറിയിച്ചു. പാങ്ങോട് സൈനിക കേന്ദ്രത്തിൽ കാർഗിൽ വിജയ് ദിവസിന്റെ 26ാം വാർഷികം ആഘോഷിച്ചു. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ മുഖ്യാതിഥിയായി പങ്കെടുത്തു. പാങ്ങോട് സൈനിക കേന്ദ്രത്തിലെ യുദ്ധസ്മാരകത്തിൽ ഗവർണർ പുഷ്പചക്രം അർപ്പിച്ചു. ജില്ലാ വൃത്താന്തം സമാപിച്ചു.